45 വർഷത്തോളമായി ഉറവ് പറ്റാത്ത സാഹിത്യം, അതാണ് ശ്രീ സത്യൻ താന്നിപ്പുഴ. വളരെ വൈകി സാഹിത്യ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയും 85-ാം കൃതിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹിത്യ ജീവിതത്തിൽ പറയാൻ ഒട്ടേറെ വിജയകഥകളുണ്ട്. എളിമയും കുസൃതിയും കാര്യവും ഒത്തുചേരുന്ന സത്യൻ താന്നിപ്പുഴയുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഈ പുസ്തകം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യണോ ചെയ്യണേ? സാധാരണ സാഹിത്യകാരന്മാർ എഴുതുന്നതിലാണല്ലോ താല്പര്യം, എന്നിട്ട് എഴുതിയിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അടിച്ചെടുക്കും കൈക്ക്. ഓ ഓ ഓ അതിത് സാധാരണ ഏറ്റവും ശാസ്ത്ര സാഹിത്യകാരൻ പി എൻ കൃഷ്ണൻകുട്ടിന് നല്ല ബന്ധമാണല്ലോ. അദ്ദേഹത്തിനെ കുറിച്ച് പി എൻ കൃഷ്ണൻകുട്ടി ഞാൻ എന്നോട് ബന്ധം വന്നാല് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് ചെയ്തു. പുള്ളി മിലിറ്ററി സർവീസ് കഴിഞ്ഞ് ഒന്നാണ്, ഞാൻ കമ്പനി പണി കഴിഞ്ഞാണ്. ഞങ്ങൾ കാലത്ത് വായനശാലയിലേക്ക് എല്ലാ ദിവസവും SNDP അവിടെ എന്തെങ്കിലും സാഹിത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം. അതിന് പറ്റിയ ആൾക്കാരെ ഉണ്ടാകുന്നു. ഗാന്ധി കവിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ അവരായിട്ട് കൂടുതലാണ്. പിന്നെ അതിന് ശേഷം ഗീതാലയം ഗീതകൃഷ്ണൻ സാറായിട്ട് പഠിക്കും. കോളേജിലെ സാറ് പഠിക്കാൻ കൂടുതലുണ്ട്. അപ്പം ഗീതാലയം ഗീതാകൃഷ്ണൻ സാറ് പഠിക്കാണ് കൂടുതൽ സാഹിത്യകാരന്മാരുടെ ക്യാമ്പാണ്. 25 സാഹിത്യകാർക്ക് എഴുത്തുകാരെ പുസ്തകമായിട്ട് വിളിച്ചുകൊണ്ട് അവർ ഒരാഴ്ച ക്യാമ്പാണ്. അത് ഏത് വർഷമായിരുന്നു? അല്ലായിരുന്നല്ല ആ സമയത്ത്. അതാണ് ശരിക്കും സാഹിത്യത്തിലേക്ക് വരാൻ പ്രചോദനമായത്. അതിനോട്ട് എഴുതെങ്കിലും അവിടെ ചെന്നപ്പോഴാണ് പിന്നെ കൂടുതലായിട്ടുള്ള ആഗ്രഹം വന്നു. പിന്നെ ഗീതാകൃഷ്ണൻ സാറുമായിട്ടും കൃഷ്ണമുഖി സാറുമായിട്ടൊക്കെ ദിവസവും കൊണ്ടുവന്നു. അതൊക്കെയാണ് ഓരോന്നിങ്ങനെ വന്നു കിട്ടുന്നത്. പി എൻ കൃഷ്ണൻകുട്ടിയിലെ കാണുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി എന്താ? പി എൻ കൃഷ്ണൻകുട്ടിയിൽ കാണുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല വളരെ ശാന്തത, എനിക്ക് വളരെ ഇഷ്ടമാണ്. വ്യക്തികളുടെ പേര് പറയാൻ ആദ്യം പറയുന്നത് കൃഷ്ണമുഖി സാറിന് ശാന്തനായിട്ട് സംസാരിക്കുന്ന ഒരാളെ ഇന്നൊരു അനുഭവത്തില്ല. SNDPയുടെ പ്രസംഗങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരുമാണല്ലോ പോവാറ്? അന്നൊക്കെ കുടുംബങ്ങളിലൊക്കെ പോയി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി പങ്കെടുക്കും. അന്നൊക്കെ ഞങ്ങൾ ടോപ്പ് ലെവലിലുള്ള ആളുകളാണ്. ഇന്നാരും ചന്ദ്രസേനാണ് ഇവിടെ SNDPയിലെ കുടുംബയോഗത്തിൽ അന്നത്തെ സീറ്റ് മൂന്നിലാണ്. കുടുംബയോഗത്തിൻ്റെ പേരിൽ അവിടെ ഭൂരിപഠന ക്ലാസ് നടത്തി. ആ ക്ലാസ്സിൽ വളരെ അച്ചടക്കത്തോടുകൂടി വന്നിട്ട് ക്ലാസ് കേട്ടിട്ട് എന്താണ് ഇന്നത്തെ പ്രസിഡന്റ് എഴുതിയതാണ്. അവാർഡുകൾ എന്തൊക്കെയാ കിട്ടിയേക്കണേ? അവാർഡുകൾ ഒരുപാട് ഇതിലൊക്കെ ഇവിടെ പൈസ വളർത്തി കൂടും. പൈസ കിട്ടിയാണ്. പിന്നെ അതും ചിലതൊക്കെ കണ്ടെത്തുന്ന നാട്ടു മക്കളുടെ മക്കളൊക്കെ ആരെങ്കിലും സാഹിത്യത്തിലേക്ക് താല്പര്യം കാണിക്കണ്ട? സാഹിത്യത്തിലേക്ക് വരയ്ക്കാനൊക്കെ താല്പര്യമുണ്ട്. ഇതിലേക്കൊന്നും വന്നിട്ടില്ല. വീട്ടുകാരില്ല ഈ പറയാനൊക്കെ പേര് ഇന്നൊക്കെ സമയം കിട്ടും. ചെയ്ത ശേഷമാണോ സാഹിത്യം ഗൗരവമായിട്ട് എടുത്തത്? പേര് ചെയ്തതിന് ശേഷം പുസ്തകം കിട്ടും. അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ല? ഒന്നും ചെയ്തിട്ടില്ല. അത് ശരി. ഇനി എന്താണ് ബാക്കി വെച്ചേക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ? ഓരോ ആഗ്രഹങ്ങളില്ല. ആഗ്രഹിച്ചിട്ട് 10 ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചാൽ ഇത്രയും ദിവസം ഞാൻ തിന്നോട് വലിയ അത്ഭുതമാണ്. അതുപോലെ ചെറിയ വീടുണ്ടാക്കാനുള്ള കാര്യം, നല്ല വീടും നല്ല വീടുകളും അങ്ങനെ 10 സെന്റിലൊന്നും കഴിയില്ല. കൃഷി കാര്യങ്ങളൊക്കെ താല്പര്യം? ആദ്യം കൃഷിയൊന്നും താല്പര്യം. കൃഷി സാഹിത്യമൊക്കെ കൂടെ കൊടുക്കുമ്പോഴൊക്കെ പശു കറവ. ശ്രീ സത്യൻ താന്നിപ്പുഴ അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു. കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ളത്. എന്തായാലും വളരെ സന്തോഷം. ഇനിയും നമുക്ക് കാണാം.